അൽഹംദുലില്ലാ അതങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ കർണാടകയിൽ ഇക്ബാൽ ബാലില എന്ന് പറയപ്പെടുന്നൊരു സഹോദരൻ SKSFൻ്റെ അടുത്ത നേതാവാണ്. അതുപോലെ തന്നെ നമ്മുടെ അഷ്റഫ് ബാക്കവി ചാപ്പള്ള, അദ്ദേഹം മുദരിസാണ്, അദ്ദേഹം നല്ലൊരു ആലിമാണ്. അദ്ദേഹവും അതുപോലെ തന്നെ ഒരു കരീം ദാരിമി ഉസ്താദുണ്ട്, കരീം ദാരിമി ഉസ്താദും ഒരു മജീദ് ദാരിമിയും, അങ്ങനെ തുടങ്ങി കുറച്ച് മഹത്തുക്കളായ ആളുകൾ, നാസർ ബർലമ്പാടി, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് UP ബഷീർക്ക, അതുപോലെ തന്നെ ഖത്തർ ഹാജി, അങ്ങനെ തുടങ്ങി കുറേ നല്ല നല്ല മനുഷ്യന്മാരൊക്കെ കൂടി പറഞ്ഞത് എന്താക്കണം, ഓൺലൈൻ ചെയ്യണം. അങ്ങനെ ഓൺലൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓൺലൈൻ ആദ്യം ചരിത്രം പറയൽ തുടങ്ങി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള അമ്പിയാക്കന്മാരുടെ കഥകളും മഹാന്മാരായ ഉസ്താദുമാരുടെ ചരിത്രങ്ങളൊക്കെ പറയൽ തുടങ്ങി. അത് രാത്രിയാണ്. രാത്രി 8 മണിക്ക് തുടങ്ങും, 10-10:30 ആകുമ്പോഴേക്ക് അവസാനിപ്പിക്കും. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ സമ്മർദ്ദം വന്നിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ നേരം വൈകുന്നത് ഇങ്ങനെ ആയപ്പോൾ അത് പിന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാരും ഇവിടുത്തെ ആളുകളും എല്ലാവരുടെ ആഗ്രഹം രാവിലത്തേക്ക് മാറണം. ആദ്യം കുറേ ആളുകളൊക്കെ എന്നൊരു എതിർപ്പൊക്കെ അപ്പം ഇതാക്കിയിരുന്നു, രാവിലത്തേക്ക് മാറിയാൽ ആരും ഉണ്ടാവില്ല. അങ്ങനെ രാവിലത്തേക്ക് മാറാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്കാർ സബാഹിൻ്റെ വിക്റുകൾ, ആ വിക്റുകൾ ആദ്യം എല്ലാവരും ചെല്ലുന്ന, ഞാൻ മാത്രമല്ല എല്ലാവരും ചെല്ലുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചെല്ലലുണ്ടല്ലോ, ആ ചെല്ലുന്നത് ലൈവിലെ കൂടെ ചെല്ലിയിട്ട് പ്രസംഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ലൈവിലൂടെ ചെല്ലാൻ തുടങ്ങി. അൽഹംദുലില്ലാ ആളുകളിങ്ങനെ. ഇപ്പോൾ ലോകത്തിൻ്റെ എത്ര സ്ഥലങ്ങളിൽ നിന്ന് ഇതിലേക്ക് ആളുകൾ വരുന്നുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? എന്നെ ക്ഷണിക്കപ്പെട്ട ചില സ്ഥലങ്ങളിലുണ്ട്. ഒന്ന് കുവൈത്ത് എന്നെ ക്ഷണിച്ചതാണ്. അതുപോലെ തന്നെ അബുദാബിയിൽ ഞാൻ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്, ഷാർജയിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ മസ്കറ്റിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒമാൻ, സലാല, അതുപോലെ തന്നെ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അൽഹംദുലില്ലാ ആളുകളിത് കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സലാല ഞാനിപ്പോൾ ഓർക്കുകയാണ്. സലാല ഞാനും ഷെഫിയും യമാനിയൊക്കെ ഇരിക്കുന്ന സമയത്തിലാണ് സലാലയിലേക്ക് കാസർഗോഡ് എന്നൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ മസ്കറ്റിൽ ഓരോ കുടുംബമുണ്ട്, അവർ വരികയാണ്, ആഫ്രിക്കയിൽ നിന്ന് വരികയാണ്. അങ്ങനെ അവർ വന്നിട്ട് അവർ സംസാരിച്ചതിൻ്റെ ഇടയിൽ നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളടുത്തേക്ക് വന്നിട്ട് ഒരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് അൽഹംദുലില്ലാ ഞങ്ങൾ ചെല്ലാറുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സഹോദരിമാർ, അതുപോലെ തന്നെ പല സ്ഥലങ്ങൾ, സൗദി, ജിദ്ദ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അൽഹംദുലില്ലാ, റിയാദ് ഒക്കെ അവിടെ നിന്നൊക്കെ ഫോൺ വിളിക്കുമ്പോൾ അറിയാം ഞങ്ങൾ ഇവിടുന്നാണ് വിളിക്കുന്നത് ഉസ്താദെ, ഞങ്ങൾ ഉസ്താദിൻ്റെ ലൈവ് കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഉള്ളവരൊക്കെ കേൾക്കാറുണ്ടെന്ന് അറിയാം. അങ്ങനെ ആ ഭാഗത്തുനിന്ന് ഈ സാധനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുനിന്ന് ഓണാക്കിയാൽ കിട്ടുമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ പല ഭാഗത്തുനിന്നും സഹോദരിമാർ ഈ വിശുദ്ധമായ മജ്‌ലിസിനെ വീക്ഷിക്കുന്നു, ഇതിൽ പങ്കെടുക്കുന്നു, ചെല്ലുന്നു. അൽഹംദുലില്ലാ പലർക്കും അനുഭവങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായതും അങ്ങനെ കാര്യങ്ങളൊക്കെ വിക്റാണല്ലോ ചെല്ലുന്നത്. എന്തായാലും പടച്ച റബ്ബ്, കരുണക്കടല റബ്ബ് വലിയവനാണല്ലോ, ദയാലുവാണല്ലോ, കൃപയുള്ളവനാണല്ലോ, ദയാലുവാണല്ലോ, കരുണക്കടല റബ്ബ്. ഒരു ദിവസം നമ്മുടെ സങ്കല്പിക്കുക, ഒരു സെർവറൊക്കെ അങ്ങ് പോയി, നമുക്ക് കോവിഡ് ലോകം മുഴുവൻ അടച്ചു കൂട്ടിയതുപോലെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെർവർ മൊത്തം ഡൗണായി, നെറ്റ് കിട്ടുന്ന യാതൊരു പ്രശ്നം വന്നു. ആ സമയത്ത് ഉസ്താദ് എന്ത് പരിഹാരം എങ്ങനെയുണ്ടാകും? കാരണം ഇത് മുടങ്ങരുതല്ലോ. ഞാൻ ചെല്ലും, ഒറ്റ പള്ളി കുത്തിരുന്ന് ചെല്ലും. അവിടെ എത്ര ആളാണുള്ളത്